കുസൃതിയായ ചന്തുവിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു അതിമനോഹരമായ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ഗ്രാമവാസികളെല്ലാം വളരെ നിഷ്കളങ്കരായിരുന്നു. അവിടെയാണ് ചന്തു എന്നു പേരുള്ള ഒരു കുട്ടി ജീവിച്ചിരുന്നത്. അവനാണെങ്കിൽ വളരെ വികൃതിയായിരുന്നു. അവന്റെ വീട്ടിൽ അവന് 2 ആടുകളുണ്ടായിരുന്നു. ആടുകളുമായി വളരെ കഷ്ടപ്പെട്ടാണ് അവൻ ജീവിച്ചിരുന്നത്. ദിവസവും ആടിനെ മേയ്ക്കാൻ പോയിരുന്നത് ചന്തു ആയിരുന്നു. നല്ല പച്ചപ്പുല്ലുള്ള സ്ഥലം കണ്ടെത്തി അവിടെ പോയി ദിവസവും ചന്തു ആടുകളെ മേയ്ക്കുമായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ആടുകളെയെല്ലാം കൂട്ടി അവർക്ക് തീറ്റ കൊടുക്കാൻ നല്ല പച്ചപ്പുല്ലുള്ള സ്ഥലവും അന്വേഷിച്ച് ചന്തു ആടുകളുമായി നടന്നു. ഒടുവിൽ കാടിനടുത്തുള്ള നല്ല പച്ചപ്പുൽ മൈതാനത്ത് അവരെത്തി. ഹോ, ഇവിടെ നിറയെ ഇളം പച്ചപ്പുല്ലുണ്ടല്ലോ, ഇനി ഇവിടെ തന്നെ ആടുകളെ മേയ്ക്കാം. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ചന്തുവിന് ബോറടിക്കാൻ തുടങ്ങി. ആ സമയം ചന്തു ചിന്തിച്ചു, നേരം പോകുന്നില്ലല്ലോ, എന്താ ഇപ്പോൾ ചെയ്യുക? ഒരു കുസൃതി ഒപ്പിക്കാം എന്നും പറഞ്ഞ് ചന്തു ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. പുലി വരുന്നേ, പുലി വരുന്നേ, നാട്ടുകാരെ, ഗ്രാമവാസികളെ, ഓടിവരണേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ചന്തു ഉറക്കെ നിലവിളിച്ചു കൊണ്ടിരുന്നു. ആ സമയം അവിടെ അടുത്തുള്ള ഒരു ഗ്രാമവാസി ചന്തുവിന്റെ നിലവിളി ശബ്ദം കേട്ടു. അയാൾ ചിന്തിച്ചു, അയ്യോ, ഒരു കുട്ടിയുടെ നിലവിളിയാണല്ലോ കേൾക്കുന്നത്. പുലി വന്നിട്ടാണെന്ന് തോന്നുന്നു. പുലി ആ കുട്ടിയെ ഉപദ്രവിക്കും മുമ്പ് ഓടിച്ചെല്ലാം അങ്ങോട്ടേക്ക് എന്നും കരുതി ഗ്രാമവാസി നിലവിളി ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ഓടി. അപ്പുറത്ത് ചന്തു ആണെങ്കിലോ നിലവിളിച്ചുകൊണ്ടിരുന്നു, രക്ഷിക്കണേ, രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഗ്രാമവാസി വരുന്നത് ചന്തു കണ്ടത്. ആ സമയം ചന്തു നിലവിളിക്കുന്നത് നിർത്തി. അങ്ങോട്ടേക്ക് വന്ന ഗ്രാമവാസി ചന്തുവിനെ കണ്ട് ചോദിച്ചു, എവിടെ പുലി? പുലിയെ കാണുന്നില്ലല്ലോ. നീ നിലവിളിക്കുന്നത് കേട്ടിട്ടാ ഞാൻ വന്നത്. ഇത് കേട്ടതും ചന്തു ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അയ്യോ, ഞാൻ നിങ്ങളെ പറ്റിച്ചേ, പുലിയൊന്നുമില്ല, ഞാൻ ചുമ്മാ നേരം പോകാനായി ഓളിയിട്ടതാ. അതും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ദേഷ്യം വന്ന ഗ്രാമവാസി, കുട്ടികൾക്ക് ഇത്രയ്ക്ക് കുസൃതി പാടില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി. ഗ്രാമവാസി പോയതും ചന്തു, എന്തായാലും ഈ ഐഡിയ കൊള്ളാം, എല്ലാവരെയും പറ്റിക്കാൻ നല്ല രസമുണ്ട്. എന്നാലും ആ ഗ്രാമവാസി ശരിക്കും വിശ്വസിച്ച് ചമ്മിപ്പോയി. ഇനി എല്ലാവരെയും ഇതുപോലെ പറ്റിക്കാം. ഇന്നത്തേക്കുള്ളത് ഇത് മതി. അങ്ങനെ അടുത്ത ദിവസമായി. പതിവ് പോലെ സൂര്യകിരണങ്ങളാൽ ഗ്രാമം അതിമനോഹരമായി വെട്ടിത്തിളങ്ങി. ചന്തു അടുത്ത ദിവസവും ആടുകളെ മേയ്ക്കാൻ കഴിഞ്ഞ ദിവസത്തെ കാടിനടുത്തുള്ള അതേ സ്ഥലത്തെത്തി. പതിവ് പോലെ അവിടെ മൊത്തം നടന്ന് ആടിനെ മേയ്ക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും ചന്തുവിന് ബോറടിക്കാൻ തുടങ്ങി. ചന്തു വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി. ഗ്രാമവാസികളെ, വേഗം ഓടി വരണേ, പുലി വരുന്നേ, പുലി വരുന്നേ എന്നും പറഞ്ഞ് ഉറക്കെ ചന്തു നിലവിളിച്ചു. ഈ സമയം ചന്തുവിന്റെ നിലവിളി ഗ്രാമവാസികൾ വീണ്ടും കേൾക്കാനിടയായി. ഗ്രാമവാസി കൂടെയുള്ള കൂട്ടുകാരനോട് പറഞ്ഞു, ഇന്നലെ ഇതുപോലെ നിലവിളിച്ച് ഇവൻ എന്നെ പറ്റിച്ചതാ, വെറുതെയാകുമോ? ആ സമയം കൂട്ടുകാരൻ, എന്തായാലും പോയി നോക്കാം, ഇനി ശരിക്കും പുലിയുണ്ടെങ്കിലോ? അങ്ങനെ അവർ ചന്തുവുള്ള സ്ഥലത്തേക്ക് നടന്നു. ചന്തു ആണെങ്കിലോ പതിവ് പോലെ ഉറക്കെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് ഗ്രാമവാസികൾ വരുന്നത്. ചന്തുവിനെ കണ്ടതും അവർ, നീയല്ലേ പുലിയുണ്ട് രക്ഷിക്കണേ എന്നും പറഞ്ഞു ഉറക്കെ നിലവിളിച്ചിരുന്നത്, എന്നിട്ട് ഇവിടെ പുലിയെ ഒന്നും കാണുന്നില്ലല്ലോ. ഇത് കേട്ടതും ചന്തു ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഈ മണ്ടൻ ഗ്രാമവാസികളെ ഞാൻ വീണ്ടും പറ്റിച്ചേ. ഇത് കേട്ടതും ഗ്രാമവാസികൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവർ പറഞ്ഞു, ഇങ്ങനെ മറ്റുള്ളവരെ അനാവശ്യമായി കളിയാക്കിയാൽ അതിനുള്ള ഭവിഷ്യത്ത് തീർച്ചയായും നിന്റെ ഈ കുസൃതി കാരണം തന്നെ നിനക്ക് കിട്ടും. ഇതും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി. എന്നാൽ ഇതൊന്നും കേട്ടിട്ടും ചന്തുവിനൊരു മാറ്റവും ഉണ്ടായില്ല. അവൻ ചിന്തിച്ചു, പിന്നെ ഞാൻ ഇനിയും ഇങ്ങനെ എല്ലാവരെയും പറ്റിക്കും. എല്ലാവരും പേടിച്ച് ഇങ്ങനെ ഓടി വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. നാളെ ആകട്ടെ, ഒന്നുകൂടെ പറ്റിക്കാം എല്ലാവരെയും. അങ്ങനെ ആ ദിവസവും പതിവ് പോലെ കടന്നുപോയി. അടുത്ത ദിവസം സൂര്യൻ ഗ്രാമവാസികളെയും വരവേറ്റുകൊണ്ട് വന്നെത്തി. പതിവ് പോലെ വീണ്ടും ചന്തു ആടുകളെയും കൊണ്ട് കാടിനടുത്തുള്ള പുൽമൈതാനത്തെത്തി. ആടുകളെ മേയ്ക്കാൻ തുടങ്ങി. ഇന്നും പതിവ് പോലെ എല്ലാവരെയും പറ്റിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ചന്തു. എന്നാൽ ഇത്തവണ ചന്തുവിനെ കാത്ത് വലിയൊരു അപകടം പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അതിക്രൂരനായൊരു പുലി. ചന്തുവിന്റെ ആടുകളെ കണ്ട പുലി ആടുകളെ പിടിക്കാനായി മൈതാനത്തേക്ക് ഓടിയെത്തി. പുലിയെ കണ്ട് ചന്തു ആണെങ്കിലോ പേടിച്ചു വിറച്ച് രക്ഷിക്കണേ എന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ചന്തു ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു, പുലി വരുന്നേ, പുലി വരുന്നേ, എന്നെയും ഈ ആടുകളെയും ആരെങ്കിലും രക്ഷിക്കാൻ വരണേ. എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ ചന്തു കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി. പുലിയാണെങ്കിലോ ചന്തുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഭയപ്പെട്ട ചന്തു അവിടെ നിന്നും വേഗം ഓടാൻ തുടങ്ങി. ഇതേ സമയം ഗ്രാമവാസി ചന്തുവിന്റെ നിലവിളി ശബ്ദം കേട്ടു. ഈ സമയം ഗ്രാമവാസി ചിന്തിച്ചു,
വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പുലി വരുന്നേ എന്നും പറഞ്ഞ്. ഇത്തവണ ഞങ്ങളെ പറ്റിക്കാമെന്ന് കരുതണ്ട. കുറേ സമയം നിലവിളിച്ച് വയ്യാതാകുമ്പോൾ തനിയെ നിർത്തിക്കോളും. ഈ സമയമാണ് ചന്തു ഗ്രാമവാസിയുടെ അടുത്തേക്ക് ഓടി വരുന്നത്. ശേഷം ചന്തു കരഞ്ഞു പറഞ്ഞു, അവിടെ ആ മൈതാനത്ത് പുലി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങ് വേഗം വന്ന് എൻ്റെ ആടുകളെ രക്ഷിക്കണം. ഇത്തവണ ഞാൻ നുണ പറയുന്നതല്ല. ഇത് കേട്ടതും ഗ്രാമവാസി ചന്തുവിനോട് പറഞ്ഞു, നീ ഓളിയിട്ട് വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ വരാത്തത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? നീ പറ്റിക്കുന്നത് കേൾക്കാനിരിക്കല്ല ഞാനിവിടെ. വേഗം ഇവിടെ നിന്ന് പോയിക്കോ. ഇത് കേട്ടതും ചന്തു ആരും ഇനി എന്നെ രക്ഷിക്കാൻ വരില്ല എന്ന് മനസ്സിലാക്കി മൈതാനത്തേക്ക് തിരിച്ചുപോയി. മൈതാനത്തെത്തിയ ചന്തുവാകട്ടെ തൻ്റെ ആടുകളെ എല്ലാം പുലി പിടിച്ചു തിന്ന കാഴ്ചയാണ് കണ്ടത്. ചന്തുവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ചന്തു നുണ പറഞ്ഞ് ഗ്രാമവാസികളെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ശരിക്കും പുലി വന്നപ്പോൾ ഗ്രാമവാസികൾ രക്ഷിക്കാൻ ഓടിയെത്തുമായിരുന്നില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, അനാവശ്യമായി നുണ പറയുകയോ മറ്റുള്ളവരെ പറ്റിക്കുകയോ ചെയ്യരുത്. ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.